ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു വത്തക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പകുതിയാക്കിയിട്ടോ, നല്ല ചുവന്ന വത്തക്ക തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് പകുതിയാക്കിയതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നമ്മൾ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ച് ക്രോസ് ആയിട്ടും വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ചെത്തിയെടുക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ടുള്ള പീസിൽ കിട്ടും. അപ്പോൾ അതുപോലെ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാനിതിൻ്റെ കുരു അടക്കം തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുരു തീരെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു പീസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബാക്കി പീസും കൂടെ, അപ്പോൾ നമ്മൾ വാട്ടർമെലൻ്റെ നാലിലൊരു ഭാഗമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്തിട്ടൊരു ബൗളിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് വേറൊരു കാര്യം കൂടെ റെഡിയാക്കി വെക്കണം. ഒരു ബൗളിലേക്ക് ഞാൻ ഇതാ ബ്ലാക്ക് കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കുകയാണ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ അത് പൊങ്ങി റെഡി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വാട്ടർമെലനിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് കസ്കസും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കസ്കസ് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ലതാണ് നമ്മളെ ബോഡിക്കും, പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് അത് കടിക്കുന്ന സമയത്ത്. പിന്നെ ഇതിലേക്ക് ഞാൻ തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാട്ടർമെലനിലേക്ക് ഇത്രയും പാല് മതി കേട്ടോ. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കണക്ക്. എന്നിട്ട് എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് റോസ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഒരു പിങ്ക് കളറും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ റൂഹ് ഹഫ്സയോ അല്ലെങ്കിൽ അതുപോലെയുള്ള റോസ് സിറപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് വരിക. അപ്പോൾ എൻ്റെ കയ്യിൽ റൂഹ് ഹഫ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റോസ് മിൽക്കിൻ്റെ കുറച്ചിങ്ങനെ ഒരു 3-4 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് വാട്ടർമെലൻ വെച്ചിട്ടൊരു വെറൈറ്റി ഡ്രിങ്കാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ വാട്ടർമെലനും പാലും അതുപോലെ ആ ഒരു കസ്കസ് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കുകയും അതിൻ്റെ ആ ഒരു റോസിൻ്റെ സിറപ്പിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് നോമ്പിനും അതുപോലെ പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും ചൂടുകാലത്തൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റി വളരെ ടേസ്റ്റി ആയിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.